നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ നിന്നാണ് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ എൻട്രി ലെവൽ പ്രൊഫൈൽസിലേക്കാണ് പോസ്റ്റുകളെ വിളിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഭാരത് പെട്രോളിയം ഉള്ളത് മുംബൈ, കൊച്ചി, ബീനായിലൊക്കെയാണ് ഭാരത് പെട്രോളിയം ഉള്ളത് നോക്കിയിരിക്കുക. അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് നോക്കുകയാണെങ്കിൽ 28 മെയ് 2025, ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 27 ജൂൺ 2025 വരെയാണ് നോക്കിയിരിക്കുക. സോ ഏതൊക്കെ പോസ്റ്റുകളാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് 32 വയസ്സായിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, അതുപോലെ ഇൻസ്ട്രുമെൻറ്റേഷൻ, അതുപോലെ ഇലക്ട്രോണിക്സ്, അതുപോലെ സിവിൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കൊടുത്തിരിക്കാം. അതോടൊപ്പം ഇനി ഒരു മിനിമം വർക്ക് എക്സ്പീരിയൻസ് പറയുന്നത് 5 വർഷത്തെ മിനിമം വർക്ക് എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. പിന്നീട് ചെയ്യുന്ന അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് 32 വയസ്സിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ വേണ്ട ക്വാളിഫിക്കേഷൻ BA അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് ഇൻ മെക്കാനിക്കൽ, അതുപോലെ ഇലക്ട്രിക്കൽ, അതുപോലെ ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്, സിവിൽ അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് പറയുന്നതിൽ ഏതെങ്കിലും BA, BTech അല്ലെങ്കിൽ BSc പഠിച്ചവർക്ക് ഇതൊക്കെ അപ്ലൈ. ഇവിടുത്തെ മിനിമം വർക്ക് എക്സ്പീരിയൻസ് 3 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് വേണം. പിന്നീട് പഠിച്ച ജൂനിയർ എക്സിക്യൂട്ടീവ് അക്കൗണ്ടൻ്റ് ആണ്. 35 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കാം. സോ ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ പറയുന്നത് നിങ്ങൾ CA അല്ലെങ്കിൽ CMA പ്ലസ് ഗ്രാജുവേഷൻ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. പ്ലസ് നിങ്ങൾക്ക് 5 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് വേണം. പിന്നീട് പഠിച്ചിരിക്കുന്ന അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ക്വാളിറ്റി അഷുറൻസിലാണ്. 32 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. MSc കെമിസ്ട്രി അല്ല, അതുപോലെ തന്നെ നിങ്ങൾ സ്പെഷ്യലൈസേഷൻ ചെയ്തിരിക്കുന്നത് ഓർഗാനിക് അല്ലെങ്കിൽ ഫിസിക്കൽ, ഇൻഓർഗാനിക്, അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ എടുത്തവർക്ക് അപ്ലൈ ചെയ്യാം. 3 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് വേണം. പിന്നീട് വിളിച്ചിരിക്കുന്ന സെക്രട്ടറിയാണ് BPCLലേക്ക് 32 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ പറയുന്നത് 10ാം ക്ലാസ് പഠിച്ചിരിക്കണം, പിന്നീട് നിങ്ങൾ +2 പഠിച്ചിരിക്കണം, പിന്നീട് നിങ്ങൾ 3 വർഷത്തേക്ക് ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ എടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. വർക്ക് എക്സ്പീരിയൻസ് 5 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ആണ്. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ്. അവിടുത്തെ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഉണ്ടായിരുന്നു. അത് 3 വർഷം ഡിപ്ലോമ പറഞ്ഞിരിക്കുന്ന രീതിയിൽ 3 വർഷത്തെ ഡിപ്ലോമ എടുത്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. മിനിമം 60% മാർക്ക് വേണം. ഇനി SC ST PWD കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 55% മാർക്ക് ഉണ്ടായിരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രീമിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ അലൈഡ് സ്ട്രീമിലൊന്നും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ, ആ ക്വാളിഫിക്കേഷൻ വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഓർത്തിരിക്കുക. സോ അതിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഇത് വായിച്ച് നോക്കിയാൽ മതി. സോ പിന്നീട് ഇതിൻ്റെ വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് വായിച്ച് നോക്കും. സോ ഇവിടുത്തെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ജനറൽ കാൻഡിഡേറ്റ് 32 വയസ്സിലൊക്കെ അപ്ലൈ ചെയ്യുന്നത്. പിന്നീട് വിളിച്ചിട്ട് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ്. ഇവിടെ ക്വാളിഫിക്കേഷൻ BA അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BSc വിത്ത് എഞ്ചിനീയറിംഗ് 4 വർഷത്തെയാണ് വേണ്ടത്. സോ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ. ഇവിടെ മിനിമം 60% മാർക്ക് ഉണ്ടായിരുന്നു. ഇനി SC ST PWD കാൻഡിഡേറ്റ് 55% മാർക്ക് ഉണ്ടായിരുന്നാൽ മതി എന്ന് പറയുന്നു. അവരോട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന മേളിൽ പറഞ്ഞിരിക്കുന്ന സ്ട്രീം മാത്രമേ നിങ്ങൾക്ക് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അലൈഡ് സ്ട്രീം വെച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. സോ അതിൻ്റെ വേണ്ടി ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെയാണ് അലൈഡ് സ്ട്രീംസ് എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് വായിച്ച് നോക്കാം. സോ ഈ വർക്ക് എക്സ്പീരിയൻസിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കാം. നെക്സ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് അക്കൗണ്ടൻ്റ് ആണ്. സോ ഇവിടെ മിനിമം 55% മാർക്ക് ഉണ്ടായിരുന്നു, ഏതൊരു ഗ്രാജുവേഷൻ എടുത്തിരിക്കണം. റിലാക്സേഷൻ കിട്ടുന്ന SC ST PWD കാൻഡിഡേറ്റിന് 50% മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ ഇവിടെ പറയുന്നുണ്ട് CA അല്ലെങ്കിൽ CMA പഠിച്ചുകൊണ്ടിരിക്കുന്ന കാൻഡിഡേറ്റിനൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഇവിടെ പറയുന്നുണ്ട്. സോ പിന്നീട് വിളിച്ചിരിക്കുന്നത് ജൂനിയർ അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ക്വാളിഫിക്കേഷൻസ് MSc കെമിസ്ട്രി വിത്ത് സ്പെഷ്യലൈസേഷൻ. പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും സ്പെഷ്യലൈസേഷൻ വേണമെന്ന് പറയുന്നുണ്ട്. 60% മാർക്ക് ഉണ്ടായിരിക്കണം. 55% SC ST PWD കാൻഡിഡേറ്റ് മാർക്ക് ഉണ്ടായിരിക്കണം. 3 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നീട് വിളിച്ചിരിക്കുന്നത് സെക്രട്ടറി BPCLാണ്. നിങ്ങൾക്ക് 3 വർഷത്തെ ഡിഗ്രി കോഴ്സ് എടുത്തിരിക്കണം, ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായിരിക്കും, വിത്ത് മിനിമം 60% മാർക്ക്. റിലാക്സേഷൻ കിട്ടുന്നത് 55% ആണെന്ന് ഓർത്തിരിക്കാം. ഇവിടെ അവർ പറയുന്നുണ്ട് +2 നിങ്ങൾക്ക് മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണം പറയുന്നുണ്ട്. അതുപോലെ 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓർത്തിരിക്കുക. ഇവിടെ വർക്ക് എക്സ്പീരിയൻസ് പറയുന്നത് ഓർത്തിരിക്കുക. സോ ഈ നോൺ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് 28 മെയ് ടു 27 ജൂൺ വരെയാണെന്ന് ഓർത്തിരിക്കുക. സോ ആപ്ലിക്കേഷൻ ഫീസ് നോക്കണം. SC ST PWD കാൻഡിഡേറ്റ് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല എന്ന് ഓർത്തിരിക്കുക. അതുപോലെ ജനറൽ OBC അതുപോലെ EWS കാൻഡിഡേറ്റിനൊക്കെ 1180 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് എന്ന് ഓർത്തിരിക്കുക. സോ നിങ്ങൾക്ക് സെലക്ഷൻ എന്നാൽ ആദ്യം CBT ബേസ്ഡ് എക്സാം ഉണ്ടായിരിക്കും, പിന്നെ നിങ്ങൾ ഗ്രൂപ്പ് ടാസ്ക് അതുപോലെ പേഴ്സണൽ ഇൻ്റർവ്യൂ ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് പ്ലേസ് നിങ്ങൾ പ്രൊഫഷൻ പീരീഡ് എന്ന് പറയുന്നത് 1 ഇയർ ആണെന്ന് ഓർത്തിരിക്കുക. നിങ്ങൾക്ക് പോസ്റ്റിംഗ് വരുന്നത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് കിട്ടാമെന്ന് അവർ പറയുന്നുണ്ട്. അതായത് കൊച്ചിയിൽ അല്ലെങ്കിൽ ബീനയിലൊക്കെ ആയിരിക്കും, നിങ്ങൾ മുംബൈയിലൊക്കെ ആയിരിക്കും പോസ്റ്റിംഗ് വരുന്നത് ഓർത്തിരിക്കുക. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കാനാണ്. വിളിച്ചിരിക്കുന്നത് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ നിന്ന് എൻട്രി ലെവൽ പോസ്റ്റുകൾ വിളിച്ചിരിക്കുന്നത്. അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരിൽ അപ്ലൈ ചെയ്യുക. താങ്ക് യു.